കോടത്തെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലേക്ക് തെളിവെടുപ്പിനായി അല്ലെങ്കിൽ ലാപ്ടോപ്പും മൊബൈൽ ഫോണും അടക്കമുള്ള തെളിവുകൾ അത് ശേഖരിക്കാൻ വേണ്ടി പോലീസ് രാഹുൽ ഈശ്വറിനെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ശ്രീകാര്യത്തെ പൗടിക്കോളത്തെ യാഗ് എന്ന വീട്ടിലേക്ക് ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ എത്തിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തത്. രാത്രിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. രാഹുൽ ഈശ്വറിനെ ഹാജരാക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ ന്യായീകരിച്ചൊടുവിൽ ഒരു രാഹുൽ എന്തായാലും അറസ്റ്റിലായിരിക്കുകയാണ്. അത് രാഹുൽ ഈശ്വറാണ്. മറ്റ് 4 പ്രതികൾ കൂടിയുണ്ട്. പരാതിക്കാരി അതിജീവിതയെ അപമാനിച്ച അധിക്ഷേപിച്ച പരാതിക്കാരിയുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായതിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വറിനും സന്ദീപ് വാര്യറിനും രഞ്ജിത പുളിക്കലിനും ദീപ ജോസഫിനും ഇപ്പോൾ കുരുക്കായിട്ടുള്ളത്. അതിൽ ആദ്യത്തെ അറസ്റ്റാണ് രാഹുൽ ഈശ്വറിന്റേത്. സന്ദീപ് വാര്യർ KPCC ജനറൽ സെക്രട്ടറി ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷയുമായി മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യം. സുപ്രീം കോടതി അഭിഭാഷകയാണ് ദീപ ജോസഫ്. മഹിളാ മോർച്ചയുടെ